بسم الله الرحمن الرحيم. أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1603 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39 അധ്യായമായ സൂറത്ത് സുമറിലെ 36 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ് വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ അലൈസല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمتي قل حسبي الله عليه يتوكل المتوكلون. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 36 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യനിഷേധികളുടെ നിലപാടുകളെയും അവരുടെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തോട് അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രതികരണത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലായിട്ട്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ച് പറയുക, അതുപോലെ ദൈവിക സത്യം തങ്ങളിലേക്ക് വന്നു ചേർന്ന സന്ദർഭത്തിൽ അതിനെ കളവാക്കുക, ഈ രണ്ട് ആത്മദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ മടക്കം നരകത്തിലേക്കായിരിക്കും. നരകത്തിൽ അവർക്ക് ഇടം മതിയാവാത്ത വിഷയം ഉണ്ടാവുകയില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. എന്നാൽ സത്യവുമായി വരികയും
ദൂതന്മാർ കൊണ്ടുവന്ന സത്യത്തെ പിന്തുണക്കുകയും ചെയ്ത ആളുകൾ, രണ്ടു വിഭാഗം ആളുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവിക സത്യവുമായിട്ട് കടന്നു വന്ന പ്രവാചകന്മാരും അവര് ഉയർത്തിപ്പിടിച്ച ആ ദൈവിക സത്യത്തെ പിന്തുണക്കാൻ സന്നദ്ധരായി രംഗത്ത് വന്ന് അതിനെ സത്യപ്പെടുത്തിയ ആളുകൾ. ഈ രണ്ട് വിഭാഗം ആളുകളാണ് ദൈവിക ശിക്ഷയെ തൊട്ട് അല്ലെങ്കിൽ ദൈവിക ശിക്ഷയുടെ കാര്യത്തിൽ സുരക്ഷിതരായിരിക്കുന്നത്. അവരെ ഒരിക്കലും തന്നെ ദൈവിക നടപടികൾ ബാധിക്കുകയില്ല എന്ന കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അവരുദ്ദേശിക്കുന്ന, അവരിച്ഛിക്കുന്ന എന്തും അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ ലഭ്യമാകും. അതാണ് മുഹ്സിനുകൾക്കുള്ള ഏറ്റവും ഉത്തമമായ, അവർ കൊതിക്കുന്ന പ്രതിഫലം എന്നാണ് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതുപോലെ ഈ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വന്ന ആളുകൾ, വിശ്വാസ ദർശനം ഉയർത്തിപ്പിടിച്ച ആളുകൾ, അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ സയ്യിആത്തുകളും അള്ളാഹു അവർക്കായിട്ട് മായ്ച്ചുകളയുകയും അവര് ചെയ്ത ഏറ്റവും ഉത്തമമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യും. അവരുടെ സത്യമാർഗത്തിലേക്ക് വന്നതിനെ തുടർന്ന് അവര് ജീവിതത്തിൽ നിർവഹിച്ച ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പ്രതിഫലം തീരുമാനിക്കപ്പെടുക എന്ന കാര്യം കൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് അത്തരം സത്യമാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറെ മനസ്സമാധാനവും ശാന്തിയും നൽകുന്ന, സന്തോഷം നൽകുന്ന, അതുപോലെ സകലവിധ മാനസിക പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന ഒരു കാര്യമാണ്. തന്റെ ദാസന് അള്ളാഹു ധാരാളം മതിയായവനാണ് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ അതിന്റെ തുടക്കത്തിൽ പറയുന്നത്. അലൈസ അല്ലാഹു ബി കാഫിൻ അബ്ദഹു, തന്റെ അബ്ദിന് അള്ളാഹു മതിയായവനല്ലേ എന്ന ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഈ ആയാത്തുകളുടെ തുടക്കത്തിൽ ഉയർത്തി കാണിക്കപ്പെടുന്നത്. അലൈസ അല്ലാഹു ബി കാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ ശരണി സ്വീകരിച്ച ആള്, പ്രവാചകന്മാർ കൊണ്ടുവന്ന ജീവിത ദർശനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് അത് പിൻപറ്റാൻ സന്നദ്ധരായ ആളുകൾ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു അവന്റെ കാര്യങ്ങൾക്ക് തികച്ചും മതിയായവനാണ് എന്നതാണ് ഇവിടെ അറിയിക്കുന്ന കാര്യം. അലൈസ അല്ലാഹു ബി കാഫിൻ, കഫ എന്ന് പറഞ്ഞ മതിയായി, പൂർണ്ണതയുള്ളതായി എന്നാണ് അർത്ഥം. കാഫിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായവൻ അല്ലെങ്കിൽ മതിയായവൻ എന്നൊക്കെയാണ്. അലൈസ അല്ലാഹു ബി കാഫിൻ, അള്ളാഹു മതിയായവനല്ലേ അബ്ദഹു, തന്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ ദാസനായി അവന് വിധേയപ്പെട്ട് അവന് സമർപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാര്യത്തില് പിന്നെ യാതൊരു വിധത്തിലും ഉള്ള ആശങ്ക ആവശ്യമില്ല. കാരണം അയാളെല്ലാം അർപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിലാണ്. അത് മതിയായതല്ലേ എന്നാണ് ഇവിടെ ഒരു ചോദ്യം രൂപത്തിൽ അള്ളാഹു ഈ കാര്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ പോസിറ്റീവായ ഒരു പ്രതികരണം ഉളവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്.
ഇതില് ചോദ്യം അടങ്ങിയിട്ടില്ല. അതൊരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രസ്താവന നടത്തുന്നതിനേക്കാൾ വായിക്കുന്നവരുടെ, അനുവാചകരുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന്. തീർച്ചയായിട്ടും എന്ന് അങ്ങനെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു വാചകം വായിക്കുന്നവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി വരും. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു, തന്റെ ദാസന് അള്ളാഹു മതിയായവനല്ലേ എന്നാണ് ചോദ്യം. എല്ലാ കാര്യത്തിനും എല്ലാം പരമേൽപ്പിക്കാൻ, എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാൻ, എല്ലാറ്റിനും അള്ളാഹു മതിയായവനല്ലേ എന്നതാണ് ചോദ്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് തുടർന്ന് ഒരു കാര്യം പറയുന്നത്. വയുഖവ്വിഫൂനക, പ്രവാചകരെ താങ്കളെ അവര് ഭയപ്പെടുത്തുകയാണ്, താങ്കളിൽ അവര് ഖൗഫ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. യുഖവ്വിഫൂനക എന്ന് പറഞ്ഞാൽ ഖൗഫ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, താങ്കളെ അവര് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്ത് മുൻനിർത്തിക്കൊണ്ടാണ്? ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട്. അള്ളാഹുവിന് പകരമായി അവര് പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ആരാധ്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് അവര് പ്രവാചകരെ താങ്കളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് ഈ വിവരണം വിരൽ ചൂണ്ടുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവിടുത്തെ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയായി അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളുകൾ, അവര് ആരാധിച്ചുകൊണ്ടിരുന്ന വ്യാജ ദൈവങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നത് നീ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? വലിയ കരുത്തുള്ള, വലിയ ശക്തിയുള്ള ഞങ്ങളുടെ ആരാധ്യന്മാരാണ്, ഞങ്ങളുടെ ദൈവങ്ങളാണ്, ദേവതകളാണ്. അവരെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ അവര് യാതൊരു ശേഷിയും ശക്തിയും ഇല്ലാത്തവരാണ്, അവര് വ്യാജ ദൈവങ്ങളാണ്, യഥാർത്ഥത്തിൽ അവരിൽ യാതൊരു ദിവ്യത്വവും ഇല്ല എന്ന വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ഇങ്ങനെയുള്ള സംസാരം നീ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ദ്രോഹം നിനക്ക് വന്നു ചേരും, നീ നശിച്ചു പോകും, നിന്റെ പീഠം തകർന്നു പോകും, നിന്റെ ഇരിപ്പിടം തന്നെ ഇല്ലാതായി പോകും. ഈ ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ ശാപം നിന്റെ മേൽ പതിക്കും എന്ന വിധത്തില് ഇവര് പൂജിക്കുന്ന ഈ വ്യാജ ദൈവങ്ങളും ദേവതകളും ഒക്കെ തന്നെ വലിയ കരുത്തുള്ള ദൈവങ്ങളാണ് എന്ന നിലക്ക് അവര് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ ഇകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ തുറന്നു കാണിച്ചുകൊണ്ടോ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അനന്തരഫലം നിന്നെ പിടികൂടും എന്ന നിലക്കാണ് ആ ഘട്ടത്തിൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ പരാമർശിക്കുകയാണ് അള്ളാഹു ഇവിടെ. വയുഖവ്വിഫൂനക, അവര് പ്രവാചകരെ താങ്കളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെയുള്ള അവരുടെ ആരാധ്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് അവരെ പരാമർശിച്ചുകൊണ്ട് നിന്നെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് അവർ. എന്നാൽ വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു പറയുകയാണ് വമൻ യുദ്ലിലില്ലാഹു, ആരെയാണോ അള്ളാഹു ലലാലത്തിലേക്ക് വിട്ടിരിക്കുന്നത്, ഫമാ ലഹു മിൻ ഹാദ്, അങ്ങനെ ഒരുവന് പിന്നെ സന്മാർഗം കാണിക്കുവാനായിട്ട് ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു ഒരാൾക്ക് അർഹതയുള്ളത് ലലാലത്താണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് അയാളെ ലലാലത്തിലേക്ക് തള്ളിവിടുന്നു എങ്കിൽ ഒരു കാരണവശാലും അയാളെ സന്മാർഗിയാക്കാൻ കഴിയുന്നവനായിട്ട് ആരും ഉണ്ടാവുകയില്ല.
അയാളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹാദ് പിന്നെ വേറെ ഉണ്ടാവുകയില്ല. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ ആളുകൾ അവരുടെ നിലപാടുകളും അവര് സ്വീകരിച്ച വിശ്വാസവും അതുപോലെ അവര് വെച്ചു പുലർത്തുന്ന അവരുടെ രീതികളും ഒക്കെ കാരണമായി അള്ളാഹു അവരെ ലലാലത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ലലാലത്ത് അർഹതയുള്ളവരായി മാറുകയും ലലാലത്ത് പിന്തുടരുന്നവരായി തുടരുകയും ഒക്കെ ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഫമാലഹു മിൻഹാദ്, നീ എത്ര പ്രയത്നിച്ചതുകൊണ്ടും കാര്യമില്ല, അവര് സന്മാർഗികളാവുകയില്ല. അവരെ സന്മാർഗം കാണിക്കാൻ, അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും തന്നെ സാധിക്കുന്നതല്ല എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു, തന്റെ ദാസന് അള്ളാഹു തീർത്തും മതിയായവനല്ലേ എന്ന ഒരു ചോദ്യം. തീർച്ചയായിട്ടും അള്ളാഹു തന്റെ അടിമക്ക് അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ച ഒരു അബ്ദിന് എല്ലാറ്റിനും മതിയായവൻ തന്നെയാണ്. യുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്തവരെ പരാമർശിച്ചുകൊണ്ട് അവര് ഇതിനെ ഭയപ്പെടുത്തുകയാണ്. വമൻ യുളിലില്ലാഹു, ആ വിധത്തില് ആരെയെങ്കിലും അള്ളാഹു ലലാലത്തിലേക്ക് അങ്ങ് വിട്ടുവെങ്കിൽ ഫമാലഹു മിൻഹാദ്, അങ്ങനെ ഒരുവനെ സന്മാർഗിയാക്കാൻ സാധിക്കുന്നവനായിട്ട് ഒരു ഹാദും ഉണ്ടാവുകയില്ല, ഒരു വഴി കാണിക്കുന്നവനും ഒരു വഴികാട്ടിയും ഉണ്ടാവുകയില്ല. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വമൻ യഹ്ദില്ലാഹു, ആരെയാണോ അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്, ആർക്കാണോ അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളത്, ഫമാ ലഹു മിൻ മുദില്ല്, അങ്ങനെ ഒരാളെ ദുർമാർഗിയാക്കാൻ ആർക്കും സാധിക്കില്ല. ഒരാളുടെ അർഹത കാരണമായിട്ടാണ് അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നൽകുന്നത്. സത്യമാർഗം, സന്മാർഗം പിൻപറ്റാനുള്ള സൗഭാഗ്യം ഒരാൾക്ക് ലഭിക്കുന്നത് അയാൾ അതിന് യോഗ്യതയുള്ള, അർഹതയുള്ള ആളായതുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹു ഒരാളെ സന്മാർഗിയാക്കി കഴിഞ്ഞാൽ അയാളെ ഫമാ ലഹു മിൻ മുദില്ല്, അയാളെ ലലാലത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്നവനായിട്ട് പിന്നെ വേറെ ആരും ഉണ്ടാവില്ല. ആരെത്ര തലകുത്തി മറിഞ്ഞാലും അയാളെ ലലാലത്തിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. പിന്നിട്ട സൂറത്തുകളിൽ നമ്മൾ പലയിടത്തും പിശാച് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു വെല്ലുവിളിയെ കുറിച്ച് വായിക്കുകയുണ്ടായി. നിന്റെ ഇബാദുകളിൽ ഏറിയ കൂട്ടരെയും കൂടുതൽ ആളുകളെയും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പിശാച് അള്ളാഹുവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന് സമർപ്പിച്ച ഒരാളെയും ലലാലത്തിലേക്ക് നയിക്കാൻ, വഴികേടിലാക്കാൻ ശൈത്താന് സാധിക്കുകയില്ല, ഇബ്ലീസിന് സാധിക്കുകയില്ല എന്ന് അവിടെ അള്ളാഹു വ്യക്തമാക്കിയ കാര്യവും നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഈ ആയത്ത് അത്തരം ഒരു സംഗതി തന്നെയാണ് വേറെ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിലായിട്ട് ഈ കാര്യം മുന്നോട്ട് വെക്കുന്നത്. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദില്ല് അലൈസല്ലാഹു ബിഅസീസിൻ സിൻതിഖാം. അതിനെ തുടർന്നൊരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ കൂടി അള്ളാഹു ഉയർത്തുകയാണ്. അള്ളാഹു അല്ലേ, അലൈസല്ലാഹു ബി അസീസിൻ, അജയ്യനല്ലേ, അള്ളാഹു അജയ്യതയുള്ളവനല്ലേ, അതുപോലെ സിൻതിഖാം, പ്രതികാരം ചെയ്യുന്നവനുമല്ലേ എന്നാണ്, ശിക്ഷ നടപ്പിലാക്കുന്നവനുമല്ലേ. അള്ളാഹുവിന്റെ രണ്ട് ശ്രദ്ധേയമായ വിശേഷണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, അള്ളാഹുവിനെ ഒരാൾക്കും തന്നെ പരാജയപ്പെടുത്തുക എന്നത് സാധ്യമല്ല. അള്ളാഹു ഇസ്സത്തുള്ളവനാണ്, അസീസാണ് അവൻ. അതേപോലെ അള്ളാഹു ധിക്കാരം പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നവനാണ്. ദുൻതിഖാമാണ്. ഇന്തിഖാം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പ്രതികാരം ചെയ്യുക എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രതികാരം എന്ന പദത്തിന്
വേണ്ടത്ര ഒരു സാങ്കത്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ശിക്ഷയായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഭാഷാപരമായി പ്രതികാരം ചെയ്യുന്നവൻ എന്നത് മനുഷ്യരുടെ ഭാഷയിലും മനുഷ്യരുടെ പശ്ചാത്തലത്തിലുമൊക്കെ നമുക്കത് മറ്റൊരു കൊണോട്ടേഷൻ ഉള്ളതായിട്ട് കാണാൻ കഴിയും. അതിന്റെ അർത്ഥസൂചന വേറെ ഒരു തലത്തിലാണ് മനുഷ്യരുടെ പശ്ചാത്തലത്തിൽ അത് പറയുമ്പോൾ. എന്നാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രതികാരം ചെയ്യുക എന്ന ഒരു സംഗതിയേക്കാൾ ഏറെ അത് പ്രസക്തമാവുന്നത് ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അലൈസല്ലാഹു ബി അസീസിൻ ദിൻതിഖാം, അള്ളാഹു പ്രതാപമുടയവനും അജയ്യനും ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നവൻ അല്ലെങ്കിൽ പ്രതികാരം നടപ്പിലാക്കാൻ കഴിയുന്നവനുമല്ലേ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യം, അള്ളാഹു ഇച്ഛിച്ച ഒരു കാര്യം നടപ്പിലാക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തടസ്സവുമില്ല. അവനെ പരാജയപ്പെടുത്തി കളയാമെന്ന് ആരും വ്യാമോഹിച്ചിട്ട് കാര്യമില്ല. അവന്റെ ഇസ്സത്തിന്റെ മുന്നില് ബാക്കിയുള്ളതൊക്കെയും തന്നെ വളരെ ദുർബലമാണ് എന്നതാണ് വസ്തുത. ആരും ഞെളിഞ്ഞു നിന്നത് കൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ ഇച്ഛ നടപ്പിലാക്കാൻ കഴിയുന്നവനാണ് എന്നൊരു വസ്തുതയാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ താങ്കൾ അവരോട് ഇങ്ങനെ ചോദിച്ചു എന്ന് വെക്കുക. വലഇൻ സഅൽതഹും, താങ്കൾ അവരോട് ഇങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ എന്താണ് ചോദ്യം? മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ആരാണ് പടച്ചത് എന്നൊരു ചോദ്യം അവരോട് താങ്കൾ ചോദിച്ചു എന്ന് വെക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, തീർച്ചയായിട്ടും അവർ പറയും, അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചത്, പ്രപഞ്ച സാകല്യത്തെ പടച്ചത് അള്ളാഹുവാണ് എന്നത് യാതൊരു ആലോചനയും ഇല്ലാതെ അല്ലെങ്കിൽ വേണ്ടതില്ലാത്ത വിധത്തിൽ അവർ പറയും. ലയഖൂലുന്ന അല്ലാഹ്, തീർച്ചയായിട്ടും അവര് സംശയമൊന്നുമില്ലാതെ സന്ദേഹമൊന്നുമില്ലാതെ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പത്തിനും ഇടമില്ലാത്ത വിധത്തിൽ അവർ പറയും, അള്ളാഹുവാണ് സമാവാത്തു വൽ അർളിനെ പടച്ചത് എന്ന കാര്യം. എന്നാൽ ഖുൽ, അവരോട് ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ എന്താണ് സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കരുതുന്നത്? അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരായിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടരുണ്ടല്ലോ. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, എനിക്ക് അള്ളാഹു വല്ല ദ്രോഹവും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, ആ ദുർറ് നീക്കിക്കളയാൻ ആ ദേവതകൾക്ക് അല്ലെങ്കിൽ അവരുടെ ആരാധ്യന്മാരായ ദേവിമാർക്ക്, ആരാധ്യകളായ ദേവിമാർക്ക് സാധിക്കുമോ എന്നതാണ് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇവരുടെ മക്കയിലെ മുശ്രിക്കുകളുടെ ആരാധ്യകളായിട്ട് ചില ദേവതകൾ കൂടി ഉണ്ടായിരുന്നു. ആ ദേവതകളെ പരാമർശിച്ചുകൊണ്ടാണ് കുന്ന എന്ന ഫെമിനീൻ ജെൻഡർ ഫോം ഇവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത് എന്നത് മനസ്സിലാക്കാം. അപ്പൊ അവരോട് ചോദിക്കേണ്ട ചോദ്യം, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഗതികൾ, നിങ്ങളുടെ ആരാധ്യന്മാര്, അത് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, എനിക്ക് വല്ല ദുർറും വല്ല ദ്രോഹവും വല്ല വിപത്തും അള്ളാഹു ഉദ്ദേശിച്ചു എങ്കിൽ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, അള്ളാഹു എനിക്ക് വരുത്താൻ ഉദ്ദേശിക്കുന്ന ആ ദ്രോഹങ്ങളെ നീക്കിക്കളയാൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഒരിക്കലും തന്നെ ഇവര് സ്വീകരിച്ചിട്ടുള്ള ഈ വ്യാജ ദൈവങ്ങൾ, അത് ആൺദൈവങ്ങളായാലും പെൺദൈവങ്ങളായാലും ദേവന്മാരായാലും ദേവിമാരായാലും അല്ലെങ്കിൽ അവര് കൊണ്ടു നടക്കുന്ന വിഗ്രഹങ്ങളായാലും, ഇവയ്ക്കൊന്നും തന്നെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ദുർറ് നീക്കിക്കളയാൻ സാധിക്കുകയില്ല.
ഔ അറാദനി ബി റഹ്മത്തിൻ, ഇനി അതല്ല എന്നോട് വല്ല കാരുണ്യവും ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു, എനിക്കായി ചില അനുഗ്രഹങ്ങൾ വർഷിക്കാൻ അള്ളാഹു ഇച്ഛിക്കുന്നു എങ്കിൽ ഹൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം എന്റെ മേൽ വർഷിക്കുന്നതിനെ പിടിച്ചു നിർത്താൻ ഇവർക്ക് കഴിയുമോ? ഇതാണ് ചോദ്യം. അള്ളാഹു എനിക്കൊരു ദ്രോഹം നിശ്ചയിച്ചുവെങ്കിൽ അത് തടയാൻ, അത് തട്ടിമാറ്റാൻ ഇവരുടെ ആരാധ്യന്മാർക്ക് സാധിക്കുമോ? അതല്ല, അള്ളാഹു എന്നെ അനുഗ്രഹിക്കാനും എന്റെ മേൽ അവന്റെ കാരുണ്യം വർഷിക്കുവാനും തീരുമാനിച്ചുവെങ്കിൽ അത് പിടിച്ചു നിർത്താൻ, അത് തടഞ്ഞു വെക്കാൻ ഈ വ്യാജ ദൈവങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് അവരോട് ചോദിക്കാനായിട്ട് അള്ളാഹു തന്റെ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. അൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി. എന്നിട്ട് ഇതിനൊക്കെ ഉത്തരം ഒരിക്കലും തന്നെ സാധിക്കുകയില്ല എന്നതാണ്. അത് ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് ആ ഉത്തരം അണ്ടർസ്റ്റുഡ് ആണ്. അതങ്ങനെ ഒരു ഉത്തരമേ അതിനുള്ളൂ. അവര് പറഞ്ഞാലും തിരക്കിടില്ല, പറഞ്ഞില്ലെങ്കിലും തിരക്കിടില്ല. ഇതൊരിക്കലും തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന സംഗതിയേ അല്ല എന്ന ഒരു സൂചന ഈ ചോദ്യഘടനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. ഖുൽ, പ്രവാചകരെ പ്രഖ്യാപിച്ചു കൊള്ളുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു ധാരാളം മതി. ഇത് ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സില് അല്ലെങ്കിൽ നാവിൻ തുമ്പില് തത്തിക്കളിക്കേണ്ട ഒരു വാചകമാണ്. യഥാർത്ഥത്തിൽ എല്ലാ പ്രതിസന്ധികളും നേരിടുന്ന ഘട്ടങ്ങളിലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു ധാരാളം മതി, അവൻ എത്ര വരമേൽപ്പിക്കപ്പെടാൻ യോഗ്യനായ അനുഗ്രഹീതനായവനാണ് എന്ന് പറയുക എന്നത് സമീപകാലത്തെ ഗസയിലെ പല ഏറ്റുമുട്ടൽ രംഗങ്ങളിലും അതിന്റെ പല വീഡിയോസും കാണാൻ എല്ലാവർക്കും അവസരം ഉണ്ടായിട്ടുണ്ടാവും. അവിടെയുള്ള ആളുകൾ, ആ പോരാട്ട രംഗത്തുള്ള ആളുകൾ ഏറ്റവും കാഠിന്യമേറിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ നാവുകളിൽ, അവരുടെ ചുണ്ടുകളിലൊക്കെ നമുക്ക് ചുണ്ടുകളുടെ ഇളക്കങ്ങൾ പോലും ഈ വാചകം ഉച്ചരിക്കാൻ വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, എന്റെ കാര്യത്തിന് സകല വിധത്തിലുള്ള മേൽനോട്ടം വഹിക്കുന്നതിനും എന്റെ സംരക്ഷണത്തിനും എന്റെ തിരിച്ചുപോക്കിനും എല്ലാം അള്ളാഹു മതി എന്നാണ് ആ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം അള്ളാഹുവിന്റെ മാർഗം അവലംബിച്ച എല്ലാവരും പറയാനുള്ളതാണ്. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമ്പോഴും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാക്കണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളില്, നമ്മുടെ ജീവിത സന്ദർഭങ്ങളില് പ്രകടമാവുന്ന ഒരു രൂപമാണ്. ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. തുടർന്ന് അള്ളാഹു പറയുന്ന ഇതാണ്, അലൈഹി യതവക്കലു, അവനെ ഭരമേൽപ്പിക്കുന്നു, അൽ മുതവക്കിലൂൻ, യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുന്ന എല്ലാവരും തന്നെ, ഭരമേൽപ്പിക്കുന്ന എല്ലാവരും, തവക്കുല് ചെയ്യുന്ന എല്ലാവരും തന്നെ അവനിലാണ് തവക്കുല് ചെയ്യുന്നത് എന്നാണ് തുടർന്ന് ഇവിടെ പറയപ്പെടുന്നത്. ഹസ്ബി അല്ലാഹ് എന്ന് പറയാനാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇത് വേറെ തന്നെ ഒരു വാചകമായിട്ടും കാണാം. ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ എന്ന് പറയാം. അതല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയാം. ഇത് രണ്ട് വാചകങ്ങളായിട്ട് കാണാം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു ധാരാളം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു വാചകവും, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ എന്നത് വേറൊരു വാചകവുമായിട്ട് കാണാം. മുതവക്കിലുകളൊക്കെയും തവക്കുൽ ചെയ്യുന്നത് അവന്റെ മേലാണ്, അല്ലെങ്കിൽ തവക്കുൽ ചെയ്യുന്ന, ഭരമേൽപ്പിക്കുന്ന ഏവരും തന്നെ ഭരമേൽപ്പിക്കുന്നത് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ആരുടെ മേലെങ്കിലും
ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മേലാണ്. വേറൊരാളും തന്നെ ഭരമേൽപ്പിക്കപ്പെടാൻ അർഹതയുള്ളവനോ യോഗ്യനോ അല്ല. ആരെങ്കിലും മറ്റാരുടെയെങ്കിലും മേൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ അയാൾ ഒരു അബദ്ധം ചെയ്യുന്നു, വിഡ്ഢിത്തം ചെയ്യുന്നു എന്നേ അതിന് അർത്ഥമുള്ളൂ. കാരണം ആരെയാണോ ഭരമേൽപ്പിക്കേണ്ടത് അവനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. ആരെയെങ്കിലും ഭരമേൽപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം ആ ഭാരം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ആളല്ലല്ലോ മറ്റുള്ളവര്. അതുകൊണ്ട് സ്രഷ്ടാവായ റബ്ബ്, ആ റബ്ബിൽ ഞാൻ എല്ലാം ഭരമേൽപ്പിക്കുന്നു. ഹസ്ബി അല്ലാഹ്, എനിക്ക് അവൻ മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവന്റെ മേലാണ് എല്ലാ മുതവക്കിലുകളും തവക്കുല് ചെയ്യുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ തുടർന്ന് പറയുന്നത്. അത് അതിനോട് ചേർത്ത് വായിക്കപ്പെടാനുള്ള ഒരു പ്രസ്താവനയായിട്ട് മനസ്സിലാക്കാം. അപ്പോ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത് സൂറത്ത് സുമറിലെ 36 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.